നീ എന്റെ അടിമയല്ല, എന്റെ ജീവനാണ്. അമ്മ, അവരിങ്ങന്ന് പുറപ്പെട്ടമ്മ. അനിയേട്ടാ, ഒരുപാട് സ്വപ്നങ്ങൾ കുറച്ചെങ്കിലും ദുഃഖം വരുത്തും. നമുക്ക് സ്വപ്നങ്ങൾ അധികം വേണ്ട, എല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഹലോ അനിയേട്ടാ, ഞാനാ. എന്താ രേണു? അത് അത് ഞാൻ എങ്ങനെയാ പറയാ? എന്താ? അത് ഒരു രഹസ്യ. നമ്മൾ രണ്ടുപേരും അറിയാത്ത എന്ത് രഹസ്യം പറയാനുള്ളത്? അതെ, ഇനി നമ്മൾ രണ്ടും മാത്രമല്ല, ഒരാളുകൂടി വരുന്നുണ്ട്. ആര്? നമ്മുടെ ചക്കര കുഞ്ഞ്. നീ പറഞ്ഞ സത്യമാണോ? സത്യം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അനിരുദ്ധൻ അച്ഛനാകുന്നു. രേണു, എനിക്ക് ഞാൻ വിജയിച്ചടി. എല്ലാ വെല്ലുവിളികൾക്ക് മുന്നിലും ഞാൻ വിജയിച്ചു. മോളെ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. അത് എന്റെ അടുത്തുണ്ടാകണം. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ എന്ത് പക്ഷേ? ഒരു പക്ഷേയില്ല. ഇനി എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ എന്റെ അനന്തരാവകാശിയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഭാമിനി, ആ സ്ത്രീ പോവാൻ പറ. നമുക്ക് ദൈവമുണ്ട്, അത് മതി. ഒരുത്തിയും പേടിക്കാതെ നമുക്ക് കഴിയണം. ഞാൻ ഇപ്പൊ തന്നെ വരട്ടെ എന്റെ അനിയട്ടന്റെ അടുത്തേക്ക്? പറ, ഞാൻ വരട്ടെ. തൽക്കാലം നീ ആരോടും പറയണ്ട. അച്ഛനെ അമ്മയും കൂട്ടി രഹസ്യമായിട്ട് വരണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് മതി. എനിക്ക് അനിയട്ടനെ ഇപ്പൊ കാണണമെന്ന് തോന്നുന്നു. ആവേശം കാട്ടി ആപത്തിലേക്ക് ചാടണ്ട. എന്റെ മോളോടൊപ്പം എപ്പോഴും ഞാനുണ്ട്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ എത്തും. ഒന്നിനും ഒരു കുറവും സംഭവിക്കരുത്. എനിക്ക് ആവശ്യം എന്റെ അനിയട്ടനെയാ. മോളെ, നീ പേടിക്കണ്ട. എത്രയും വേഗം ഞാൻ അവിടെ എത്താം.
എണ്ണ മുടങ്ങാതെ തേക്കണം കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന നാടൻ എണ്ണയെ എനിക്ക് പിടിക്കൂ. അതുകൊണ്ട് എന്താ, ഒരൊറ്റ മുടി ഊരിപ്പോയില്ല. ആ, ഇപ്പൊ ഇതൊക്കെ ആർക്കാ വേണ്ടേ? കാശ് കൊടുത്താ കിട്ടാത്തതായിട്ട് എന്താ ഉള്ളേ? കാശ് കൊടുത്താ കിട്ടാത്തത് ഉണ്ട്. എന്താ? എന്റെ ഈ അമ്മ. ഞാൻ മാത്രമല്ല, ഒരമ്മയും മറ്റൊരമ്മയ്ക്ക് പകരാവില്ല. നാളെ ഞാനും ഒരു അമ്മയാകും, അല്ലേ അമ്മേ? ഈ പെണ്ണിന്റെ ഒരു കിന്നാരം. ഏത് പെണ്ണിന്റെ സ്വപ്ന മോളെ അത്? പണ്ടൊക്കെ പ്രസവം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ഭയമായിരുന്നു. ആദ്യം ഓർമ്മയിൽ വരുന്നത് പയറ്റാട്ടിത്തള്ളയുടെ മോന്തയാ. ഓ, പിന്നെ അവരുടെ ഒരു ചിട്ടവട്ടങ്ങളും ചവിട്ടും തൊഴിയും തിരുമലും. ഓ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യന്റെ. ഓ, പക്ഷേ അതും ഒരു സുഖ. ആ വേദന, നൊന്ത് പ്രസവിക്കുന്ന ആ നിമിഷം. അല്ല, അങ്ങനെ പ്രസവിക്കുന്നവർക്കേ മക്കളോട് സ്നേഹം ഉണ്ടാവും, മക്കൾക്ക് അമ്മമാരോട്. അപ്പോ ഈ ഗായത്രി അമ്മ നൊന്ത് പ്രസവിച്ചതല്ലേ? കൂടി അവിടുന്ന്. അവക്ക് എന്നോട് ഇഷ്ടമൊക്കെ. പിന്നെ അതിന്റെ ഒരു സ്വഭാവം അങ്ങനെ ആയിപ്പോയി, ഒരു മൂശാട്ടത്തരം, അത്ര തന്നെ. അവിടെ കാര്യം മോടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കൂടെപ്പിറപ്പല്ലേ, വഴി തെറ്റിപ്പോയാ അത് നാളെ നിനക്കും ഒരു പ്രയാസമാകും. അതിനിട വരുത്തരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ അമ്മേ. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാവും. അനിയേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ആ, പിന്നെ അവിടെ ചെന്ന് കണ്ടകടിച്ചാണി ഒന്ന് വാരി തിന്ന് ശരീരത്തിന് കൊഴുപ്പ് കൂട്ടിയേക്കരുത്. പിന്നെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്യണം, മുറ്റമടിക്കണം. പിന്നെ ആവുന്ന ജോലി അത്രയും ചെയ്യണം. വെറുതെ ഇരിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല മോളെ. അനിയേട്ടൻ സമ്മതിച്ചാ കൊള്ളാം. അതിന് അവനല്ലല്ലോ പ്രസവിക്കുന്നത്, നീയല്ലേ? ആണുങ്ങൾ അറിവില്ലാതെ പലതും പറയും. നമ്മളത് നോക്കിക്കണ്ട് സൂക്ഷിക്കണം. ഒരാപത്തും വരാതെ രണ്ടും രണ്ടു പാത്രമായാ മതിയായിരുന്നു. പിന്നെ മനസ്വസ്ഥത ഉണ്ടാവണം. അതിനാ മൂദേവി സമ്മതിക്കുമെന്ന് കണ്ടറിയണം. ആര്? ഇതാ മോളെ പെണ്ണിന്റെ മനസ്സ്. അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാ നിന്റെ മനസ്സ്. അവിടെ പലതും മറന്നു പോകും. ഓർക്കണ്ട. ഓർക്കാതിരിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലത്. അമ്മ ആരുടെ കാര്യമായി പറയുന്നത്? പാമിനിയോ മറ്റോ അങ്ങനെയല്ലേ അവിടെ പേര്, ആ രാക്ഷസിയുടെ? തുണിയൊക്കെ അടുക്കി വെക്കണം മോളെ. എന്റെ മോക്ക് വിഷമായോ? വിഷമം സാരമില്ല. അതൊരു പക്ഷേ എന്റെ കൂടെപ്പിറപ്പായിരിക്കും. മോളെ, നിന്നെ വിഷമിപ്പിച്ചല്ലോ ഞാൻ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എനിക്കൊരു വിഷമമില്ല. ദൈവം വിഷമിപ്പിക്ക മതി. ലീലാവതി, ഈ മരുന്ന്. നീ എന്തുവാടി സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? അവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? വെച്ചു. നിനക്കെന്താ ഒരു ദുഃഖം പോലെ? ഓ, മോള് പോകുന്നതിന്റെ ആയിരിക്കും. ആന്നോടി? മനുഷ്യരല്ലേ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്നാ കരഞ്ഞോണ്ടിരി. ഈ പെണ്ണുങ്ങളെ ഒരു കാര്യം. എന്താ പേടിച്ചു പോയല്ലോടാ. ഇങ്ങനെയാണോടാ തന്തയെ വിളിക്കുന്നത്? തന്തേക്കാരെ അച്ഛാന്ന് വിളിക്കുന്നത് തെറ്റാണോ? അച്ഛാ, രണ്ട് സ്മാള് വിട്ടായിരുന്നേ അളിയാന്ന് വിളിക്കായിരുന്നു. അങ്ങനെ 5 പൈസ ഉണ്ടായിട്ട് വേണ്ട സ്മാൾ അടിക്കാൻ. എങ്ങനെ ഉണ്ടാവും? എന്താ? മേലനങ്ങി ഒന്നും ചെയ്യാതെ മേലനങ്ങി തിന്നാൻ മാത്രം ഇരുന്നാൽ തെണ്ടി പോലും തെണ്ടിപ്പോവും. മോളെ വാ. മോളെ, സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കാതെ പടി ഇറങ്ങിക്കും. ഗായത്രിയെ കണ്ടില്ലല്ലോ അമ്മേ. അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. ഇറങ്ങും. മോളിറങ്ങ്. നല്ല കാര്യത്തിന് മുമ്പ് കാരണട വെച്ചാണോ ഭിക്ഷ ചോദിക്കുന്നത്? ഒരു കുളന്തേ വന്നതിനാലേ നിങ്ങൾ ഈ പോക്ക്. ഞാനും ഒരു കുളന്തേ അമ്മ. വയറ്റിക്ക് ഒന്നുമേ ഇല്ല അമ്മ. നല്ല കാര്യമ്മ. പിറ്റത്താ അമ്മ. നിനക്കൊന്നും ചോദിക്കാനാരില്ലടാ. മതി, നിർത്ത്. വണ്ടി എടുക്ക്.
അവരെങ്കിന്ന് പുറപ്പെട്ടമ്മ. ഇതിപ്പോ വല്ലാത്തൊരു ഇടപാടായി പോയി. പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോ ചൂട്ടും കെട്ടി പടയെന്ന് പറഞ്ഞ പോലെ നല്ല രസം തന്നെ. മനുഷ്യൻ ഇവിടെ തീരുന്നോണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു തമാശ. തമാശ അല്ലച്ചാ, ഞാൻ സീരിയസാ. എന്തു കുന്തമെങ്കിലും ആവട്ടെ, നീ മുന്നോട്ട് നോക്കി വണ്ടി വിട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് കുറ്റമാണല്ലോ. അതെന്റെ വിധി. ആ തമിഴൻ ചെക്കനെ കണ്ടോണ്ട് ഇറങ്ങിയപ്പോഴേ കരുതിയതാ ഇന്നത്തെ കാര്യം പോക്കാന്ന്. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ചേട്ടാ, ഈ JCB കാരന്മാരെ കൊണ്ട് തോറ്റല്ലോ. എവിടെ നോക്കിയാലും ഈ തുറപ്പന്മാര് തന്നെ. എടുത്തു മാറ്റാ, വേറെ ആർക്കും വണ്ടി കൊണ്ട് പോകണ്ടേ? അല്ല, അത് കൊള്ളാലോ. എടുത്തു മാറ്റാ വണ്ടി. നിന്റെ അമ്മായിപ്പന്റെ പോയാണ് റോഡ്. എടുത്തു മാറ്റാൻ വിളിച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് പോണ്ടേ? എടുത്തു മാറ്റാ. മര്യാദയുടെ കാണിക്കുന്നതിന് അതിര് വേണം. സോറി ചേട്ടാ. കാറിനുള്ളിലെ ഒരു ഗർഭിണിയായിരിക്കുന്ന അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ഞങ്ങൾ അറിഞ്ഞില്ല. എന്തോന്നറിഞ്ഞില്ലെന്ന്? ഇവൾ ഗർഭിണിയായവരോ? കമ്പി അടിച്ചായിരുന്നു, അതങ്ങ് കിട്ടിയില്ലയോ? അച്ഛാ അറിഞ്ഞില്ല. എന്താടാ പോട്ട് ചേട്ടാ, വിട്ടേരെ. വലിയ കുഴപ്പമില്ല. തോന്നിയാ സാറാ കാണിക്കുന്നത്. വണ്ടി ഓടിച്ച് കളിക്കുന്നത് മറ്റുള്ളവരുടെ വണ്ടിയിലാണ്. തോന്നിയാസം കാണിക്കരുത്. എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത്? ഇവിടെ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇവരെങ്ങനെ വിട്ടാൻ പറ്റില്ല. കളിക്കുന്നു. നിന്റെ അടുത്തല്ലോ പറഞ്ഞു എടുത്ത് മാറ്റാൻ. തോന്നിയാസം കാണിക്കണം. നാട്ടിലിവിടെ ആരും ചോദിക്കാനും പറയാനും അങ്ങോട്ട് മാറിയിരിക്കാനും അവനെ വെളിയിലിറക്കാം അവനെ.
തുടരകളുമ്പോഴും ഓഹോ പാട്ട് തീരുമ്പോഴും വെയിൽ വാടാത്തൊരിതളുമായി വരും പളുങ്ക് പൂവേ എവിടെയാണ് ന്യായം എവിടെയാണ് നീതി സത്യമേവ ജയതേ ധർമ്മമേവ ജയതേ ദൈവം എന്റെ മോളെ ഒന്നും ചെയ്യരുത്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിന്റെ മകളെയല്ല ഇവളുടെ കുഞ്ഞിനെയാ എനിക്ക് ആവശ്യം. അനിരുദ്ധന്റെ ഈ അനന്തരാവകാശിയെ എനിക്ക് വേണം. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ എടീ, അയ്യോ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാ. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ, അവളെ കൊല്ലല്ലേ. മാറി നിൽക്കും. എന്റെ വാക്കുകൾ ധിക്കരിച്ച നീയൊക്കെ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. 4 എണ്ണത്തിനെ വെടിവെച്ച് കൊന്ന് ഈ ശവപ്പെട്ടിയിൽ അടച്ചു അവന് കൊണ്ട് കൊടുക്കും ഞാൻ. കൊത്തിയെറിഞ്ഞ് തിന്നട്ടെ ആ ചെന്നായ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും അതുണ്ടാവില്ല. ഇവൾക്ക് ജീവിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തു. എന്നിട്ടും ഇവൾ എന്റെ വാക്കുകൾ അനുസരിച്ചില്ല. ശരി, ഇനി നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേൾക്കാം. ഒരവസരം, ഒരേ ഒരവസരം, only one chance. വാക്ക് മാറിയാൽ അമ്മയ്ക്ക് ഈ മകൾ ഉണ്ടാവില്ല. കേട്ടോടി. ഹലോ വിജയ്, നിങ്ങൾ എവിടെയാ? വിജയല്ല, ഞാനാ ചന്ദ്രശേഖരന്റെ. എന്താ? ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. ഹലോ ഹലോ, ഹലോ. രേണുകയ്ക്ക് വഴിയൊന്നും തെറ്റിയില്ലല്ലോ അല്ലേ? കൃത്യമായൊന്നും എത്തിയില്ലേ? കുറെ നാളായി കാണാതെ കാണുകയല്ലേ? വിഷുക്കൈ നീട്ടം പോലെ സമ്മാനവുമായല്ലേ അവൾ എത്തിയത്? നിർത്തായി നിന്റെ ഭ്രാന്ത്. അതെ, എനിക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് കൂടുമ്പോ ചിലരുടെ മർമ്മത്ത് ഞാൻ ആഞ്ഞു തൊഴിക്കും. ഇപ്പോഴും അത് സംഭവിച്ചിരിക്കുന്നു. രഹസ്യമായി ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ അനിരുദ്ധ, നിനക്ക് തെറ്റി. ഭാമിനി ഒരു വലയം പോലെ നിനക്ക് ചുറ്റിലുമുണ്ടെന്ന് നീ മറന്നു. അല്ലെങ്കിലും എല്ലാം മറക്കുന്നത് അനിരുദ്ധന്റെ ഒരു ഹോബിയാണല്ലോ. പക്ഷേ ഭാമിനിയെ മറക്കരുത്. മറന്നാൽ നീ ആരാ? നിന്നെ ഓർക്കാൻ നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ആണും പെണ്ണും കെട്ട നീ ഒരു സ്ത്രീയാണോടി?
ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാനാകുന്നു? യുദ്ധം നമ്മൾ തമ്മിലല്ലേ, പിന്നെന്തിനു നീ രേണുവിനോട്? പുരുഷ ശക്തിയുമായി എതിരിടുന്ന ഞാൻ ആരാണെന്ന സംശയത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നിന്റെ ജോലി മാത്രമാണ്. പിന്നെ ചില നേരങ്ങളിൽ ഒരു പെണ്ണിന്റെ മനസ്സലിവ് എന്നിലും പടരുന്നതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. എന്നു വിചാരിച്ച് ഭാര്യയെ രഹസ്യമായി വീട്ടിൽ കൊണ്ടുവന്ന് പൊറുപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നാലിനെയും വഴിയിലിട്ട് തീർത്തേനെ. ഒരമ്മയുടെ യാചനയ്ക്ക് മുന്നിൽ ഒരവസരം കൂടി ഞാൻ കൊടുത്തു. നീ പറഞ്ഞല്ലോ യുദ്ധം നമ്മൾ തമ്മിലാണെന്ന്. അതെ, നമ്മൾ തമ്മിലുള്ള ഈ കളിയിൽ അവസാനം വരെ രേണുകയെന്നല്ല ഒരു പെൺകുട്ടിയും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. വന്നാൽ വച്ചേക്കില്ല ഒന്നിനെ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ശരി സാർ. രേണുകയുടെ ജീവന് ഇനി എന്തെങ്കിലും ആപത്തുണ്ടാകുമെന്ന ഭയം വേണ്ട. ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ റെഡിയാക്കിയിരുന്നു. ഓ, അപ്പൊ പ്രൊട്ടക്ഷൻ വന്നാണല്ലേ പോലീസുകാര്? ഞാനങ്ങ് പേടിച്ചു പോയി. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാത്തിനും പരിഹാരമാവില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഇതിലത്ര മനസ്സിലാക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ മകളെ അനിരുദ്ധന് വിവാഹം കഴിച്ചു തരുള്ളൂ. അവളെന്ന് സുഖമായിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. അല്ല, അത് ഏതൊരു അച്ഛനമ്മമാരുടെ ആഗ്രഹമല്ലേ? രേണുകയുടെ സുഖവും സന്തോഷം തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോളിയാ? ആ സന്തോഷം കൊടുക്കാൻ ഇന്നളിയന് കഴിയുന്നുണ്ടോ? ഏത് നിമിഷവും ആ ഭാമിനിയെ പേടിച്ചല്ലേ ജീവിക്കുന്നത്. അവരെന്തെങ്കിലും ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ വിജയ് പറയുന്നത്? പറയുമ്പോ അനിരുദ്ധന് വിഷമം തോന്നരുത്. രേണുക ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ അനിരുദ്ധന്റെ സ്വത്തുക്കൾ അവളുടെ പേരിൽ കൂടി എഴുതി വെക്കണം. അല്ലെങ്കിൽ പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകൾ വഴിയാതരാവുമെന്ന് ഞാൻ കാണേണ്ടി വരും. അവസരം മുതലെടുത്ത് ഞങ്ങൾ വിലപേശുക അളിയന് തോന്നരുത്. അതല്ല, അളിയൻ അത് സമ്മതമല്ലെങ്കിൽ രേണുക ഇവിടെ തന്നെ കഴിയും. ഒന്നുമില്ലെങ്കിലും അവളുടെയും കുഞ്ഞിന്റെയും ജീവനെങ്കിലും ആപത്തിൽപ്പെടാതിരിക്കുമല്ലോ. പിന്നെ രേണുക അളിയനോടൊപ്പം വന്നില്ലെങ്കിൽ ഭാമിനി അവളെ ഉപദ്രവിക്കത്തില്ലല്ലോ. എന്റെ ഭാര്യ കഴിയേണ്ടത് എന്നോടൊപ്പം. അതിന് തടസ്സം സ്വത്തുക്കളാണെങ്കിൽ എന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ രേണുകയുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ പോരെ? മതി മതി, അളിയൻ അക്കാര്യം സമ്മതിച്ചാ പിന്നെ എന്താ പ്രശ്നം? ഒന്നുമില്ല. അളിയ വാ, അതേക്ക് വാ. വന്നാട്ടെ അമ്മേ, ചായ വരൂ. അല്ലേ വേണ്ട, തണുത്തതേക്ക് മതി. രേണു, അനിയേട്ടാ, അനിയേട്ടൻ വന്നോ? തിടുക്കപ്പെട്ടു വരികയായിരുന്നു ഞാൻ. അറിഞ്ഞപ്പോ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യ അല്ലേ മോളെ? സത്യ. അനിയേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ഒരു കുഞ്ഞ്? അത് സത്യമാവാൻ പോവാ. നിന്നെ ഇനി ഞാൻ എത്ര സ്നേഹിച്ചാലാ മോളെ, അത്രയ്ക്ക് വലിയ ഭാഗ്യമല്ലേ നീ എനിക്ക് തരുന്നത്. ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടായത്.
പക്ഷേ ഇപ്പോഴാ എനിക്ക് പേടി കൂടിയത്. ഒരു കുഞ്ഞുകൂടി ഉണ്ടാവാൻ പോവാന്ന് ആ സ്ത്രീ അറിഞ്ഞ സ്ഥിതിക്ക്. അറിഞ്ഞോട്ടെ, അതോർത്ത് രേണു ഭയപ്പെടണ്ട. ഇനി പഴയ പോലെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് അത്രയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എത്ര നാളാ അനിയേട്ടാ ഇങ്ങനെ? ഇനി ഇതുപോലെ പോലീസ് അകമ്പടിയോടെ ജീവിക്കാൻ പറ്റൂ? ഈ ഭീഷണിയൊക്കെ പെട്ടെന്ന് തീരും. എന്നെ തകർക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്യുന്ന ഇതൊക്കെ. അവരുടെ ഉദ്ദേശം നടക്കില്ല എന്നറിയുമ്പോ താനേ പിന്മാറിക്കോളും. മോളെ, മോൾ ഇതുവരെ റെഡിയായില്ലേ? ദേ ഞങ്ങളെല്ലാം റെഡിയായി. പെട്ടെന്ന് റെഡിയാവൂ. ആ കേട്ടോ മോനെ, ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് പോരിയാ. ഇവക്കൊരു ധൈര്യത്തിന് വേണ്ടിയാ. ഇനി പ്രസവമൊക്കെ കഴിഞ്ഞേ ഞങ്ങൾ തിരിച്ചു വരുന്നോളൂ. ആ ലീലാവതി, ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. എല്ലാരും കൂടെ വരുന്നെന്നാ അനിയേട്ടാ പറയുന്നത്. ഇനി കുറച്ചു ദിവസം നമ്മുടെ കൂടെയാന്ന്. എന്റെ വീട്ടുകാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി അനിയേട്ടനല്ലേ? ഇല്ല, നിനക്ക് വേണ്ടി നിന്റെ വീട്ടുകാരെ മാത്രമല്ല, നിന്റെ ബന്ധുക്കളെ മുഴുവൻ ഞാൻ സംരക്ഷിക്കും. എന്താണെന്നറിയോ, ഇപ്പൊ നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാ. എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ്. നീ പെട്ടെന്ന് റെഡിയാവും. ഹലോ, എന്താ അനിരുദ്ധ, ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഇത്ര താമസം? ഓ, സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണോ? വെറും നഷ്ട സ്വപ്നങ്ങളായി അത് മാറുമല്ലോ അനിരുദ്ധ. ഭാമിനി, നിന്റെ പിടിവാശികൾ അവസാനിപ്പിക്കേ. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നിടത്ത് നീ തോക്കും. ഇവിടെ ഞാൻ തന്നെ വിജയിയാവും. 4 പോലീസുകാരെ കൂട്ടിന് നിർത്താതെ തന്റെ അടുത്തോടെ നിനക്ക് നിന്റെ ഭാര്യയുമായി നിന്റെ വീട്ടിൽ താമസിക്കാമെങ്കിൽ ഓക്കെ, ഞാനത് സമ്മതിക്കും. നിന്റെ മുമ്പിൽ ഞാൻ രേണുകോടൊപ്പം ജീവിച്ച് കാണിച്ചു തരാം. അതിന് നിനക്ക് എത്ര നാൾ കാവലിനായി പോലീസ് ഉണ്ടാവും? ഇല്ല, ജീവിതകാലം മുഴുവൻ ഈ സുരക്ഷിതത്വം നീ അനുഭവിക്കില്ല. എന്റെ കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങിന് നിന്നെ ഞാൻ വിളിക്കാം. അന്ന് നീ വരണം. വന്ന് വയറ് നിറച്ച് വല്ലോം തട്ടണം. നിന്റെ തോൽവിയുടെ ആദ്യ അധ്യായമാണ് എന്റെയും രേണുവിന്റെയും കുഞ്ഞിന്റെ വരവ്. അനിരുദ്ധ, നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് മാത്രമാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. ഉറക്കത്തിലും നീ 100 തവണ ഉരുവിട്ടോളൂ ഭാമിനി. രേണു, എന്താ? എന്ത് പറ്റി? നീ ഭയന്ന മോളെ? ഭയക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഏത് സമയവും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കേ. അപ്പോ ആ സന്ദർഭത്തില് യഥാർത്ഥ മുഖം പുറത്തു വന്നു, അതല്ലേ ശരി. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മോളെ. അറിയണം, ഇല്ലെങ്കിൽ എന്റെ ജീവനാ ഇല്ലാതാവുന്നത്. നീ എന്നോട് ക്ഷമിക്കില്ലേ? അനിയേട്ടനോട് ക്ഷമിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലല്ലോ. അടിമ എന്തും ചെയ്യാൻ ശക്തി സംഭരിക്കണം. അടിമയെ എന്തും ചെയ്യാനുള്ള അവകാശവും അതിന്റെ ഉടമയ്ക്കുണ്ട്. നീ എന്റെ അടിമയല്ല, എന്റെ ജീവനാണ്. എനിക്ക് സ്വപ്നങ്ങൾ തന്ന് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയ എന്റെ പ്രാണനാണ് നീ. ആയിരുന്നു ഞാനും വിശ്വസിച്ചു.
അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ ഇനി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രേണു, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ജീവിതോ? എന്ത് ജീവിതം? ഏത് സമയത്തും മരണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നതാണോ ജീവിതം? പ്ലീസ്, നീ എന്നെ വിശ്വസിക്കണം. എന്റെ സ്നേഹത്തെ നീ അറിയണം. അനിയേട്ടൻ ഒരു മനോരോഗിയാണ്. മറ്റുള്ളവരുടെ വേദനയിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്ന മനോരോഗി. രേണുവേ, അതെ, ശബ്ദം ഉയർത്തണ്ട. ഉയർത്തിയാൽ ഇനി പലതും പലരും അറിയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പതറിപ്പോവും. അനിരുദ്ധൻ ആരാണെന്നും അനിരുദ്ധന്റെ സ്നേഹം എന്താണെന്നും പുറം ലോകത്തിൽ പരസ്യമാകും. അതിന്റെ പേരിൽ നിങ്ങൾക്ക് വീണ്ടും കൊലയാളിയുടെ വേഷം കെട്ടേണ്ടി വരും. മരിക്കാൻ തയ്യാറായി ഈ രേണുകയും. എന്റെ രേണു തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നിങ്ങൾ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയ രേണുക. എന്റെ അനിയേട്ടന്റെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളുമായി കടന്നു വന്ന രേണു എന്ന പൊട്ടി പെണ്ണല്ല ഞാൻ. അത്രയും മനസ്സിലാക്കിയ മതി. രേണു, നീ... അതെ, എനിക്കറിയണം എന്റെ ഭർത്താവ് ആരാണെന്ന്. ഭർത്താവിനെ കുറിച്ച് അറിയാൻ ഏത് ഭാര്യയ്ക്ക് അവകാശമുണ്ട്? അതുകൊണ്ട് തന്നെ ഞാൻ ആ അവകാശം നേടിയെടുക്കും. എന്റെ അനിയേട്ടൻ ആരാണെന്ന് ഈ രേണു അറിയും, അറിഞ്ഞിരിക്കും. രേണുക, നീ അപകടത്തിലാണ്. പക്ഷെ നീ വിഷമിക്കണ്ട. നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്, ഈ ഭാമിനി. രേണു, നീ ഒരു പാവം കുട്ടിയ. നിനക്കൊന്നും അറിയില്ല. നിന്നെ അനിരുദ്ധൻ വഞ്ചിക്കുകയാ. നിന്റെ ഉദരത്തിൽ രൂപം കൊണ്ട അനിരുദ്ധന്റെ കുഞ്ഞിനെ നീ പ്രസവിക്കരുത്. പ്രസവിച്ചാൽ ഈ കാണുന്ന സന്തോഷങ്ങൾ ഒന്നൊന്നായി അതോടെ കൊഴിഞ്ഞു പോകും. രേണു, നീ അനിരുദ്ധന്റെ ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ നിന്റെ ജീവൻ അതോടെ അപകടത്തിലാകും. കാരണം നിനക്കറിയില്ല അനിരുദ്ധന്റെ ഭൂതകാലം. ഈ ഭാമിനിക്ക് മാത്രമേ അതറിയൂ. ഭാമിനിക്ക് മാത്രം. അനിരുദ്ധന്റെ പ്രധാന വ്യവസായശാലകൾ തകർച്ചയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. തകരണം. ഒരു പിടി ചാമ്പൽ കടലോളം കണ്ണീരിൽ കുതിർത്ത് അവൻ കെട്ടിപ്പൊക്കിയ എല്ലാ സാമ്രാജ്യവും തകർന്നടിയുന്നതെനിക്ക് കാണണം. സ്വർഗം എന്നൊരു സത്യമുണ്ടെങ്കിൽ ആ സ്വർഗത്തിലിരുന്ന് അത് കണ്ട് സന്തോഷിക്കുന്ന അനവധി ആത്മാക്കളും എന്നോടൊപ്പം ഉണ്ടാകും. ഏതാനും ചില ജ്വല്ലറികളും ഷോപ്പിംഗ് മാളുകളും മാത്രമാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. അതും തകരും. തകരണം. തകർക്കണം. ഇനി നമ്മൾ കളത്തിലിറങ്ങി കളി തുടങ്ങണം. എങ്കിലേ രേണുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകൂ. രേണുകയും അനിരുദ്ധനും തമ്മിൽ വേർപിരിയലിന്റെ ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ രേണുവിന്റെ സെന്റിമെന്റ്സ്, ഐ മീൻ അനിരുദ്ധനോടുള്ള സെന്റിമെന്റ്സ് ഒരു വിഷയമാണ്. അവൾക്ക് കാര്യങ്ങൾ ഇത്രയൊക്കെ മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് അവനോട് വീണ്ടും സെന്റിമെന്റ്സ് ഉണ്ടാവുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മാഡം, അവളൊരു പാവം കുട്ടിയാണ്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ, അതിലുപരി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ, അതിന്റെ ഒരു പരിഗണന. മറ്റൊന്ന് അവളുടെ കുടുംബത്തിന്റെ പഴയ അവസ്ഥയും ഇന്നത്തെ മാറ്റവും. ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ അവക്ക് പെട്ടെന്ന് അയാളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതാണ് അവന്റെ കരുത്തും കഴിവും. വല നെയ്തിരയെ വീഴ്ത്തുന്ന ചിലന്തിയാണവൻ. എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാലും ഒരു ഭാഗം കുരുങ്ങും. പക്ഷെ രേണുകയെ അവനിൽ നിന്ന് രക്ഷിച്ചേ മതിയാകൂ. രേണുകയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആരാണുള്ളത്? മറ്റാരെ ആ ചുമതല ഏൽപ്പിക്കണ്ട. എന്റെ രേണുകയെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ രേണു, എനിക്ക് ആകെ കൺഫ്യൂഷനാ. അതെന്താ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ? മോൾക്ക് നമ്മൾ എന്തൊക്കെയാ വാങ്ങേണ്ടത്?
മോളോ? ഏത് മോൾക്ക്? നമ്മുടെ മോൾക്ക്. ആ അത് ശരി. ഇപ്പോഴേ മോളെന്നങ്ങ് തീരുമാനിച്ചോ? അതെ, അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നമ്മുടെ കുഞ്ഞ് അനിക്കുട്ടനായിരിക്കും. ഒരു കുഞ്ഞനിക്കുട്ടൻ. ആരായാലും നമ്മുടെ കുഞ്ഞല്ലേ. അവനായാലും അവളായാലും എത്രയും പെട്ടെന്ന് വന്നാ മതി. അത് ഞാൻ വിചാരിക്കണം. അതിന് എന്നെ വേണ്ട രീതിയിൽ കാണുകയും വേണം. അത് കൊള്ളാം. പ്രസവിക്കാനും കൈക്കൂലിയോ? ആ വേണമെങ്കിൽ മതി. ഓ തരാമേ. ഇനി അവനായാലും അവളായാലും എന്റെ കുഞ്ഞ് രാജകീയമായി തന്നെ വളരണം. അതെന്റെ വാശിയാ. വേണ്ട അനിയേട്ടാ, സാധാരണ നിലയിൽ വളർന്നാ മതി. അതാവുമ്പോ കൂടുതൽ അഹങ്കാരമൊന്നും ഉണ്ടാവാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളും. അതിലൊന്നും ഒരു കാര്യമില്ല. എന്റെ കുഞ്ഞ് ചന്ദനത്തൊട്ടിൽ തന്നെ വളരണം. പണ്ട് ഞാൻ കിടന്നത് കീറപ്പായില്ല. എന്റെ കുഞ്ഞ് അച്ഛനെ പോലെ ആകരുത്. അതാണ് എന്റെ സ്വപ്നം. ഞാൻ അനുഭവിക്കാത്ത എല്ലാ സുഖങ്ങളും എന്റെ കുഞ്ഞിന് കിട്ടണം. അനിരുദ്ധന്റെ അനന്തരാവകാശി ദാ നിൽക്കുന്നുവെന്ന് അന്തസ്സോടെ പറയണം. അനിയേട്ടാ, ഒരുപാട് സ്വപ്നങ്ങൾ കുറച്ചെങ്കിലും ദുഃഖം വരുത്തും. നമുക്ക് സ്വപ്നങ്ങൾ അധികം വേണ്ട. എല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഈശ്വരൻ എപ്പോഴും എന്നോടൊപ്പമാ. ഈ അനിരുദ്ധനോടൊപ്പം ഒന്നും സംഭവിക്കില്ല. ഒന്നും. രേണുകയിലൂടെ അനിരുദ്ധന്റെ ഭൂതകാലം, അതായത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് മയത്തിൽ ചോദിച്ചു മനസ്സിലാക്കണം. നിങ്ങൾ എന്തൊരു മണ്ടന മനുഷ്യ. ഏതെങ്കിലും ഭർത്താക്കന്മാര് ഭാര്യമാരോട് അവരുടെ ഭൂതകാലത്തെ കഥ പറയോ? ഓ അത് ശരിയാ. പറഞ്ഞ ജന്മം പാഴായി പോവില്ലേ? അല്ല മേരി, നീയോ ഞാനോ പറയില്ല. മറ്റ് ഭർത്താക്കന്മാരും പറഞ്ഞില്ലെന്ന് വരും. പക്ഷേ രേണുക ചോദിച്ചാൽ അനിക്കുട്ടൻ പറയും. അതെനിക്ക് ഉറപ്പാ. ഉറപ്പാണോ? എങ്കിൽ അക്കാര്യം മേരിയേറ്റു. ദൈവമേ, അയലത്തുകാരന്റെ വീട്ടിൽ അടിപിടി ഉണ്ടാക്കാൻ ഇങ്ങനെ എന്തൊക്കെ പണികളായി കാണിക്കുന്നേ. എന്തായാലും ഇത് ഞാൻ ഏറ്റു ചായ. ഇപ്പോഴാ എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായത്. കിടക്കാം. പതിവില്ലാതെ ഒരു മൂഡ്. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഓ എന്റെ രേണു, ജീവിതകാലം മുഴുവൻ നീ അനിയേട്ടന്റെ ഒപ്പം കഴിയേണ്ടവളാ. നമ്മളെ കെട്ടിയോൻ ആരാന്ന് കൊറേയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ തെറ്റാണോ? അത് തെറ്റല്ല. ഇനി അഥവാ അവര് തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തോത്തിനാ? ഇങ്ങനെ ചില ഏടാകുടങ്ങൾ വരുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ. ഇല്ലെങ്കിലേ എന്നും മനസ്സിൽ അതൊരു കാരമുള്ളായി കിടക്കും. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാ ഇനി ചിന്തിക്കണം. ഈ ടിവിക്കാരൊക്കെ പറയുന്ന പോലെ ഒരു ക്ലൂ ഉണ്ടെങ്കിൽ ആ ഭാമിനെ പിടിക്കാൻ പറ്റുന്ന അച്ചായനും കൂട്ടരും പറയുന്നേ. പക്ഷേ ആ ക്ലൂ അനിയേട്ടന്റെ കയ്യിലുണ്ട്. അതെന്താന്ന് ചോദിക്കാൻ എന്റെ ഇച്ചാൻ ഉൾപ്പെടെയുള്ള തടിമാടന്മാർക്ക് ഒരെണ്ണത്തിനും ധൈര്യമില്ല. പക്ഷേ രേണു വിചാരിച്ചാൽ അത് നടക്കും. നടത്തണം. അത് അനിയേട്ടൻ ദേഷ്യപ്പെട്ട? നീ വേറെ ഒരു മണ്ട ശിരോമണിയാണല്ലോ. എടി, ഒരു പെണ്ണ് വിചാരിച്ചാ ഈ ഭൂമി നടക്കാത്ത ഒരു കാര്യമില്ല. എന്റെ കൊച്ചെ, നീ ആ ഭാമിനെ കണ്ടുപഠിക്ക. അങ്ങനെ ആ പെമ്പിള്ളേര് അവളുടെ മിടുക്ക് നമുക്കൊന്ന് കുറയ്ക്കണ്ടേ? നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാണിച്ചു കൊടുക്കണ്ടേ? എടി കൊച്ചെ, നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കൊന്നും വേണ്ടേ? വേണം. എനിക്ക് എന്റെ അനിയേട്ടനുമായി സ്വസ്ഥമായി ജീവിക്കണം. എന്നാലേ നിങ്ങൾ തൊട്ടും പറഞ്ഞൊക്കെ നല്ല മൂഡിലിരിക്കുന്ന സമയത്തൊന്ന് ചോദിച്ചു നോക്ക്. ദാ കിടക്കണു 10 പൈസ എന്ന് പറയുന്ന പോലെ മണി മണി അങ്ങനെ കാര്യങ്ങൾ പറയും. അത്രേ ഉള്ളൂ ഈ ആണുങ്ങള്. എന്താ, സമ്മതിച്ചോ? ഞാൻ ശ്രമിക്കാം. പോരാ, ഇത് നിന്റെ കാര്യമായി എടുത്ത് അനിയേട്ടന്റെ ഭൂതകാലം നീ അറിയണം. ഭർത്താവിനെ കുറിച്ച് അറിഞ്ഞതും അറിയേണ്ടതും ഭാര്യയുടെ അവകാശമാ. കൂടെ കിടക്കുന്നവർക്കേ രാപ്പനി അറിയാൻ പറ്റൂ. ശരി, മേരി ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രമിക്കാം. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എന്താ പോരെ? ഇപ്പോഴാ ശരിക്കും നീ മേരിയുടെ ശിഷ്യയായത്. ഗുരുദക്ഷിണ തരണം. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ, എന്റെ ബന്ധുവും സ്വന്തവും എല്ലാം. എന്നാ ഞാൻ ഇറങ്ങുവോ? എന്നെ വിളിക്കണം എത്രയും പെട്ടെന്ന്. വിളിക്കാം. മിടുക്കി. ഇങ്ങനെ വേണം പെമ്പിള്ളേര്. കരച്ചിലും മാത്രമല്ല, കാര്യവിചാരവും വേണം പെണ്ണുങ്ങൾക്ക്, ഈ മേരിയെ പോലെ.
ലൂസേ, ഇനിയിപ്പൊ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ദേ, നമ്മള് മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറൊരാൾ ഇതൊക്കെ കാണുന്നുണ്ട്. അതാരാ? ജൂനിയർ അനിക്കുട്ടൻ, നമ്മുടെ കുഞ്ഞ്. അപ്പോ എന്റെ സ്ഥാനം നഷ്ടാവോ? സ്ഥാനം നഷ്ടപ്പെടില്ല, പക്ഷേ ഈ പ്രേമ അല്പം കുറയ്ക്കേണ്ടി വരും. അവൻ കാണില്ലേ? ആ, അപ്പൊ അവനാണെന്നങ്ങ് തീരുമാനിച്ചു അല്ലേ? അനിയേട്ടന് ഇഷ്ടം ആരെയാ, മോനെയോ മോളെയോ? ആണായാലും പെണ്ണായാലും എന്റെ സ്വപ്നത്തിൽ ഒരു സ്ഥാനമേ ഉള്ളൂ, എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ വളർത്തും. ഞാൻ അനുഭവിക്കാതെ പോയ സൗഭാഗ്യങ്ങളൊക്കെ എന്റെ കുഞ്ഞിന് വേണം. സ്നേഹം കൊണ്ടും പൊന്നുകൊണ്ടും ഒരു കൊട്ടാരം തീർക്കും ഞാൻ. അനിരുദ്ധന്റെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ ആ കൊട്ടാരത്തിൽ നമ്മുടെ കുഞ്ഞ് വളരും, എന്റെ അനന്തരാവകാശിയായി. എന്താ നീ ആലോചിക്കുന്നത്? നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചോദിച്ചാ അത് അനിയേട്ടൻ സാധിച്ചു തരണം. ഈ സമയത്ത് സ്ത്രീകൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഭർത്താക്കന്മാരത് സാധിച്ചു കൊടുക്കണമെന്നാ. എന്റെ രേണു, ഇന്ന് ഈ ഭൂമിയിൽ നിന്റെ ഏട്ടൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എനിക്കൊരു കഥ കേൾക്കണം. കഥയോ? എന്ത് കഥ? ഇത്ര നാളും ഞാൻ അറിയാതിരുന്ന ഒരു കഥ. വിവാഹം കഴിഞ്ഞ് ഇത്രത്തോളമായിട്ടും അനിയേട്ടനോട് ഞാൻ ചോദിക്കാതിരുന്ന ഒരു കഥ. ഇനിയിപ്പോ നമുക്കൊരു കുഞ്ഞുകൂടി ഉണ്ടാവാൻ പോകുന്നു. എന്റെ ഭർത്താവിനെ കുറിച്ച് അറിയുവാനുള്ള അവകാശം എനിക്കുണ്ട്. ശരിയും തെറ്റൊന്നും രേണുകയ്ക്ക് വിഷയമല്ല. നീ കാര്യം പറയും. അനിയേട്ടന്റെ ബാല്യകാലം. കൗമാരം. കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ. പിന്നെ വളർന്ന സാഹചര്യങ്ങൾ. നമ്മൾ പൂർണ്ണമായി പരസ്പരം അറിയുമ്പോൾ ജീവിതത്തിൽ ആരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും പതരാതെ നിൽക്കാൻ നമുക്ക് കഴിയും. അനിയേട്ടൻ എന്താ ഒന്നും പറയാത്തത്? അനിയേട്ടൻ എന്ത് പറ്റി? പെട്ടെന്ന് എന്താ വല്ലാതെ? അനിയേട്ട, എന്താണ് നിനക്കറിയേണ്ടത്? പറയണേ. ഒന്നുമില്ലായ്മയിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ഒരു സാമ്രാജ്യം മുഴുവൻ പിടിച്ചടക്കിയ ഈ അനിരുദ്ധന്റെ കഥ നിനക്കറിയണോ അല്ലേ? വേണ്ട. അനിരുദ്ധന്റെ ജീവിതത്തിലെ കരുനേളുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ നടക്കുന്ന ശത്രുക്കളൊരാളാണോ നീയും? മനസ്സിലടി, ആർക്കും വായിച്ച് രസിക്കാനുള്ള വെറും ഒരു കഥയല്ലത്. ചോരയും മാംസവും അടിത്തറ പാകിയ എന്റെ ഭൂതകാലം അറിഞ്ഞെങ്കിൽ മാത്രമേ നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ വേണ്ട, പൊയ്ക്കോ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടി. തെറ്റും ശരിയും എന്റെ മുമ്പിൽ വാവിളർന്നു നിൽക്കുന്ന ഭീകര സത്വങ്ങളാണ്. പിടികൊടുക്കാൻ എനിക്ക് മനസ്സില്ല.
അനിരുദ്ധന് ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. അതറിഞ്ഞേ തീരുമെങ്കിൽ എന്റെ മുമ്പിൽ നിനക്ക് സ്ഥാനമുണ്ടാവില്ല. ഓടി എന്റെ കൺമുമ്പിൽ നിന്ന്. ഇത്ര കാലം കഴിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാത്ത നീ എന്റെ ഭാര്യയാണോ അതോ ശത്രുവാണോ? എനിക്കിപ്പോ എല്ലാരും ശത്രുക്കളാ. എന്റെ മുമ്പിൽ വരുന്ന എല്ലാവരും എന്റെ ശത്രുക്കളായി മാറുക. എനിക്ക് താങ്ങാകേണ്ട എന്റെ ഭാര്യ പോലും എനിക്ക് ശത്രുവായി. എനിക്ക് ജീവിക്കണം. എനിക്ക് തോൽക്കാൻ മനസ്സില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ ജീവിക്കും. അനിരുദ്ധ, ഇന്ന് പരസ്യമായി നിനക്കെതിരെ അവൾ മൊഴി പറഞ്ഞു. നാളെ അവൾ നിന്നെ തള്ളിപ്പറയും. നോക്കിക്കോ. ഒരിക്കൽ ഉപേക്ഷിച്ചതൊക്കെ വീണ്ടും അനിരുദ്ധൻ സ്വീകരിക്കുകയാണോ? അനിയേട്ടന്റെ ബാല്യകാലം, കൗമാരം, പിന്നെ വളർന്ന സാഹചര്യങ്ങൾ. പെൺപടകളൊന്നായി നിന്ന് പോരാടുകയാണ് ഈ അനിരുദ്ധന്റെ ജീവിതത്തോട്. സ്നേഹിച്ചു മയക്കി ഭാര്യാപദത്തിൽ നിന്നുകൊണ്ടൊരുവൾ അനിരുദ്ധനെ അറിയാൻ ശ്രമിക്കുന്നു. പതിവ്രതയായ ഭാര്യ. തോൽക്കില്ല ഞാൻ, തോറ്റു കൊടുക്കില്ല ഞാൻ. ആരുടെ മുമ്പിലും തോക്കാൻ വേണ്ടിയുള്ളവനല്ല ഞാൻ. തോൽക്കാൻ വേണ്ടി ജീവിച്ചവനല്ല ഞാൻ. രേണു, രേണു, രേണു എവിടെ? രേണു, 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 രേണു. എന്നെ വേദനിപ്പിച്ചിട്ട് നീ ഇവിടെ ഒന്ന് സൂഹിക്കല്ലടി. സ്നേഹം നടിച്ച് മറ്റുള്ളവരെ കടിച്ചു കുടയുന്ന വേണ്ട. ഇനി നീ അങ്ങനെ വിളിക്കണ്ട. അതെടി, എനിക്ക് ഭ്രാന്ത. നിന്നെ വിലയ്ക്ക് വാങ്ങിയ ഭ്രാന്ത്, നിന്നെ സ്നേഹിച്ചു പോയതിന്റെ ഭ്രാന്ത്. പെണ്ണെന്ന നിന്റെ വർഗം എന്നും എന്റെ ശത്രുവാ. അതറിയാൻ ഞാൻ വൈകിപ്പോയടി. ഞാൻ എന്താ തെറ്റ് ചെയ്തു? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണോ?
സ്നേഹത്തിന്റെ പേരിൽ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നോടി പുല്ലേ. അങ്ങനെയൊന്നും പറയില്ല അനിയേട്ട. അനിയേട്ടനോടൊപ്പം ജീവിക്കാൻ ഞാൻ അനുഭവിക്കുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അനിയേട്ടനെ കൂടി അറിയാവുന്നതല്ലേ? എന്നിട്ടും നിന്നെ ഞാൻ ഞാൻ നിനക്ക് അറിയണമല്ലേ ഞാൻ ആരാണെന്ന്. മുഖത്ത് ചായം തേച്ചും എനിക്ക് 4 രൂപയ്ക്ക് ചന്തയിൽ നിൽക്കുന്നവളുമാര് എന്ത് ത്യാഗം സഹിക്കും. പണത്തിന് വേണ്ടിയുള്ള വെറും അഭിനയം. എന്നെ മനസ്സിലാക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അനിയേട്ട, വില കൊടുത്ത് വാങ്ങിയ അടിമയാണ് ഞാൻ. അനിയേട്ടൻ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. പക്ഷെ അനിയേട്ടനെ സ്നേഹിച്ചിരുന്നില്ല എന്ന് മാത്രം പറയരുത്. എന്റെ ഹൃദയം മുഴുവൻ എന്റെ അനിയേട്ടൻ മാത്രം. എങ്കിൽ എന്തിനെന്റെ ഭൂതകാലത്തെ കുറിച്ച് നീ ചോദിച്ചു? പറയടി, എന്തിനാ ചോദിച്ചെന്ന് പറയടി, എന്തിനാ ചോദിച്ചെന്ന്. ഞാൻ അനിയേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് മനസ്സിലുള്ളത് പങ്കുവെച്ച് പരസ്പരം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. ഈ ആഗ്രഹത്തിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയണം. അവളല്ലേ ഭാമിനി? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. പറയടി, പറയടി, ആരാണെന്ന് പറയടി. പറയാ നിന്നെ ഞാൻ വിടില്ല. രേണു, രേണു മോളെ, രേണു, രേണു, രേണു മോളെ, എന്താ രേണു, എന്താ? ഏയ്, എന്താ പറ്റി? അയ്യോ മോളെ. രേണു, രേണു മോളെ, രേണു മോളെ, രേണു, രേണു. മോളെ, രേണു മോളെ, കണ്ണുറക്ക മോളെ, രേണു, 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 രേണു. ഹലോ, അതെ, എന്താ അനിരുദ്ധൻ? രേണുവിനെ? ഓക്കെ ഓക്കെ, ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു.
അമ്മേ 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 എന്താ മോനെ? എന്താ എന്തു പറ്റി? രേണുകയ്ക്ക് എന്തു പറ്റി? രേണുകയ്ക്ക് പെട്ടെന്ന് തലകറക്കം ഉണ്ടായി. അയ്യോ, എന്റെ ഭഗവതി, തലചുറ്റി ബോധമില്ലാതെ ആയിരിക്കാം. ദൈവമേ. എന്താ ലീലാവതി? എന്താ എന്ത് പറ്റി? ഇവർക്കാർക്കും ചെവിയും കേട്ടൂടെ? അവിടെ എന്താ ഉണ്ടായെന്ന്? അയ്യോ, എന്റെ മോളെ, എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, നിനക്ക് എന്തു പറ്റി? മോളെ, മോളെ, അയ്യോ അനങ്ങുന്നില്ലല്ലോ. അയ്യോ, എന്റെ മോൾക്ക് എന്തു പറ്റി? എന്റെ മോളെ, അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടിവായോ? എന്റെ മോളെ, മോളെ, രേണു, രേണു. ഓ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെന്തോ പറ്റി? മോളെ. ഡോക്ടർക്ക് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങെത്തും. എന്റെ ഈശ്വര, എന്റെ മോക്ക് എന്തു പറ്റിയതാ മോനെ? എന്താ എന്താടി എന്താടി എന്റെ മോക്ക് പറ്റിയത്? അയ്യോ, നമ്മുടെ മോള്. അയ്യോ, നമ്മുടെ മോക്ക് എന്താടി പറ്റിയത്? എനിക്കറിയില്ല. ലീലാവതി, നമ്മുടെ മോക്ക് എന്താടി സംഭവിച്ചത്? അവളെ കൊന്നിട്ടേക്കാണെന്ന് നോക്കടി. എന്റെ മോളെ കൊന്നോ? എനിക്കൊന്നും അറിയില്ല. ഞാനെന്തോ ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എന്റെ മോളെ. മോലാളി എങ്ങോട്ട് പോന്നു? എന്റെ മോളെ കൊന്നിട്ട് നീ രക്ഷപ്പെടാൻ പോക്കുകയാണെങ്കിൽ അനിരുദ്ധ, അതിന് ഞാൻ സമ്മതിക്കില്ല. കൊല്ലും നിന്നെ, ഞാൻ കൊല്ലും. എടാ മോനെ, ഇറങ്ങി പോവാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോത്തില്ലായിരുന്നോ? അതിനെന്റെ പൊന്നു മോളെ കൊല്ലണമായിരുന്നോ? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ദേ, എന്റെ മകളുടെ ജീവന്റെ വില നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എണ്ണി എണ്ണി വാങ്ങിക്കും. നോക്കിക്കോ. നിർത്തണോ? മകളുടെ ശവത്തിന് പോലും വില പറയുന്ന ഡാ, നീ സൂക്ഷിച്ചോ, നീ പ്രാർത്ഥിച്ചോ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച എന്താ രേണുവിന് എന്തു പറ്റി? അത് എന്താ സംഭവിച്ചത്? പെട്ടെന്നൊന്ന് വീണു. ഈ അവസരത്തിൽ കൂടുതൽ സൂക്ഷിക്കണമെന്നറിയില്ലേ? അത് റീത്ത പെട്ടെന്നൊന്ന് നോക്കൂ. എടീ ലീലാവതി, ഇവൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? നമ്മളെ മോളെ ആശുപത്രി കൊണ്ടുപോണ്ടേ? അയ്യോ ഡോക്ടറെ, എന്റെ മോക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. കണ്ടില്ലേ അവളെ ചെയ്തിട്ടിരിക്കുന്നത്? നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കണം മിസ്റ്റർ. ചത്തോന്നറിയാനോ അതോ ചത്തില്ലെങ്കിൽ കൊല്ലാനോ? എന്തിനാ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിക്കേ, വേഗം പ്ലീസ്. ഡോക്ടറെ, എന്റെ മോള്. ഒന്നും സംഭവിക്കില്ല, ഞാനൊന്ന് നോക്കട്ടെ.
എടീ ലീലാവതി, കരയാതിരിക്കുക. നമ്മൾ കരഞ്ഞ ആര് കാണാനാ ഇവിടെ? ഇവിടെ ചിലര് ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്നുണ്ടല്ലോ. കൊല്ലുന്നവന്റെ ദുഃഖം കാണാനടി എല്ലാവർക്കും ഇഷ്ടം. ജനിപ്പിച്ച തന്തയുടെയും തള്ളയുടെയും ദുഃഖത്തിന് ഒരു വിലയുമില്ല. അത് നീ മനസ്സിലാക്കിക്കൂ. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിടില്ല ഒരുത്തനെ ഞാൻ. നിങ്ങളൊന്നും മിണ്ടാൻ വെക്കുന്നുണ്ടോ മനുഷ്യ? മിണ്ടുവടി, ഞാൻ മിണ്ടും. മിണ്ടുക മാത്രമല്ല, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. കേട്ടോടോ മരുമോൻ സാറേ? എന്റെ ഈശ്വര, എന്റെ മോക്കൊന്നും സംഭവിക്കല്ലേ. അല്ല, ഇതെന്ത് ഏർപ്പാടാ? രണ്ടിലൊന്ന് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളാ വലുത്. അകത്തോട്ട് പോയ പെമ്പറന്നവരെ വലിച്ചു പുറത്ത് കളഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് എന്റെ മോളെ കൊണ്ടുപോവാ? അതോ ഇവിടിട്ട് എന്റെ മോളെ കൊല്ലാനാണോ നിങ്ങൾ രണ്ടുപേരുടെയും പ്ലാൻ? പ്ലീസ്, ദയവായി അല്പം സ്വസ്ഥത തരൂ. അകത്തെ ചത്തതുപോലെ കിടക്കുന്നത് എന്റെ മോളാ. അവളുടെ അച്ഛനും അമ്മയെ ഞങ്ങൾക്ക് സ്വസ്ഥത നോക്കി നിൽക്കാൻ പറ്റില്ല മോനെ. അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ മകളും ഒപ്പം എന്റെ ഭാര്യയും കൂടിയാണ്. എന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന എന്റെ ഭാര്യ. ഓഹോ, ഭാര്യാ സ്നേഹം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് അബദ്ധം പറ്റിയത് കൊണ്ട് നിനക്ക് ഭാര്യയായി. ഇല്ലെങ്കിൽ കാണായിരുന്നു. എടോ, അവളെ തന്തയാവാനുള്ള പ്രായം തനിക്കില്ലായിരുന്നു. ചന്ദ്ര എന്നോ ചന്ദ്രശേഖര എന്നോ ഉറക്കെ വിളിച്ചാൽ എന്റെ മുമ്പിൽ ഇന്നും ഇയാൾ മൂത്രമൊഴിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ആ പഴയ പിയൂൺ ചന്ദ്രശേഖരൻ വെറുതെ ആളാകാൻ ശ്രമിക്കരുത്. ഞാൻ പരമാവധി സഹിക്കുക, ക്ഷമിക്കുക, തന്നെയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പക്ഷെ പരിധിക്കപ്പുറം കടന്നാൽ പിന്നെന്താ സംഭവിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. സൂക്ഷിച്ചാൽ തനിക്ക് തന്നെ നല്ലത്. എന്റെ മോനൊന്ന് ക്ഷമിക്ക. ഇങ്ങേരുടെ സ്വഭാവം മോനറിയാലോ. മോനത് കാര്യാക്കണ്ട. അല്ല മോനെ, യഥാർത്ഥത്തിൽ എന്റെ മോക്ക് എന്താ സംഭവിച്ചത്? എന്താണെന്ന് പറ. അത് പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോ അവള് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇടീ, ഇത് കൊള്ളാം. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഭർത്താവിന് അറിയില്ല. താൻ എന്തിനാ അവളെ കെട്ടിയത്? വെറുതെ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കാനോ? സത്യത്തിൽ ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. നിങ്ങളൊന്നും അടങ്ങ് മനുഷ്യ. ഡോക്ടർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരട്ടെ. വരുമ്പോ അറിയാലോ. അറിയാം,
അതറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. എടോ മനുഷ്യ, താൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ രേണു പെട്ടെന്നൊന്നും മരിക്കില്ല. താൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുകയില്ല. കൊല്ലാൻ ശ്രമിച്ചവർക്കല്ലേ ചത്തോ അതോ ജീവനുണ്ടോന്നൊക്കെ അറിയാൻ പറ്റും. നിർത്തുന്നുണ്ടോ? ഞാനൊരു പെറ്റ തള്ളയാ. എന്റെ കുഞ്ഞിനൊരാപത്ത് വന്നപ്പോ അവിടെ മരണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങളൊരു തന്തയാണോ? ഒരു അച്ഛന്റെ മനസ്സിന്റെ വിങ്ങലെങ്കിലും നിങ്ങൾക്കില്ലേ? ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ. എന്തായാലും മരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നീ നാട്ടുകാരും ചോദിക്കും, മക്കളെ മറന്ന് എന്തിനാ ജീവിച്ചതെന്ന്, എന്തിനാ മരിച്ചതെന്ന്. മരിക്കാനും ജീവിക്കാനും സ്വാതന്ത്ര്യമില്ലാത്തവനായി പോയില്ലേ ഞാൻ? എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണോടി പറ? നമ്മുടെ മരുമോനാവുന്നതിന് മുമ്പും പിമ്പും ഈ നിൽക്കുന്ന അന്നദാതാവിനെ കുറിച്ച് ചിലതൊക്കെ ഞാൻ കേട്ടിരുന്നു. കേട്ടതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്റെ മുമ്പിൽ കാണുന്നതോ? ഈ കാണുന്നതിനെ കുറിച്ചെങ്കിലും ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു തന്തയായിട്ട് എന്തിനാടി കഴിയുന്നത്? എല്ലാവരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ ജീവിതത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച് ഇതേവരെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ്. അതിന്റെ ഗുണവും ദോഷവും അനുഭവിക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്റെ മോൻ മനസ്സിലൊന്നും വെക്കല്ലേ. വാ പോയ കോടാലി ഇദ്ദേഹം, അത്രേ ഉള്ളൂ. ആ, ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ. റീത്ത, എന്റെ രേണുകയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? പറ ഡോക്ടറെ, എന്റെ കുഞ്ഞിന്. ഭയപ്പെടാനൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഭയപ്പെടേണ്ടവരാണ്. ഗർഭിണിയായ ഒരു പെണ്ണിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? റീത്ത, സംഭവിച്ചു പോയി. ഇനിയും മിസ്റ്റർ അനിരുദ്ധൻ, ഇവിടെ ഇവരൊക്കെ എന്തിനാ? ഇവർക്ക് എന്താ ഇവിടെ ജോലി? അച്ഛനും അമ്മയും ആങ്ങളെയും ഒക്കെ കൂടി ഒരു പടയുണ്ടല്ലോ. എന്നിട്ടും രേണുകയെ വേണ്ട വിധം ശ്രദ്ധിക്കാൻ ആരുമില്ലെന്ന് വെച്ചാ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ആവശ്യമില്ലേ? റീത്ത, വാക്കുകൾ കൊണ്ട് പോലും വെറുതെ അങ്ങനെ പറയരുത്. മറ്റാർക്കും ആവശ്യം കാണില്ല. പക്ഷെ ഞാൻ, എന്റെ ജീവിതം ആ കുഞ്ഞ്, അർത്ഥപൂർണമാകുന്ന അനിരുദ്ധന്റെ ജീവിതം. ഞാൻ മോഹിച്ചുപോയി. മറ്റെന്തിനേക്കാൾ ദൈവം എനിക്ക് സമ്മാനിച്ച നിധിയാണ് ഈ കുഞ്ഞ്. ആ നിധിക്ക് ഞങ്ങൾക്കും അവകാശമുണ്ട്. എന്നിട്ട് ആ അവകാശം ഉന്നയിക്കുന്നവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കാതിരിക്കുവോ? അവൾ എന്തെങ്കിലും റീത്തിയോട് പറഞ്ഞു? പറഞ്ഞു. എന്തു പറഞ്ഞു? പലതും പറഞ്ഞു. അതെന്താണെന്നാണ് ചോദിച്ചത്. ഡോക്ടറോട് രോഗി പലതും പറയും, പ്രത്യേകിച്ച് ഗർഭിണിയായ പെൺകുട്ടി. ഐ മീൻ, നിങ്ങളുടെ മകൾ പറയുന്നതെല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ടോ? അത് പറയണമെന്ന് ആവശ്യപ്പെട്ടാലും ഞാൻ പറയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റുമെങ്കിൽ ഒരു റിട്ടേൺ ഹർജി ഫയൽ ചെയ്യേ. ഞാൻ കോടതിയിൽ വരാം. ചേടാ, ഇതൊരുമാതിരി പുലിവാലായല്ലോ. വഴിയെ കിടക്കുന്ന വാലിലെല്ലാം കയറി പിടിക്കരുത്. ചിലപ്പോഴത് പുലിവാലാകും. മിസ്റ്റർ അനിരുദ്ധൻ, സോറി, എന്നാലും ചോദിക്കാതെ നിവൃത്തിയില്ല. ഇതിനെ എങ്ങനെ സഹിക്കുന്നു?
എന്ത് ചെയ്യാം, സഹിക്കാതെ പറ്റില്ലല്ലോ. ശരി ശരി, വരൂ. രേണുകയെ കാണണ്ടേ? ആ, കാണണം. കാണുന്നതൊക്കെ കൊള്ളാം. അവളുടെ മുന്നില് വലിയ വികാര പ്രകടനങ്ങളൊന്നും പാടില്ല. കീപ് ആൻഡ് ക്വൈറ്റ്, ഓക്കെ? അനിരുദ്ധനോടല്ല, മറ്റു ചിലരോടാ ഞാൻ പറഞ്ഞത്. ഓഹോ, മനസ്സിലായി. വരൂ. അവൾക്ക് പറയാനുള്ളത് സംയമനത്തോടെ കേൾക്കുക, ഓക്കെ? ശരി ഡോക്ടർ. മോളെ, എന്റെ പൊന്നു മോളെ, അമ്മ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോടെ. അമ്മ വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഓ ഭാഗ്യം. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ? മറ്റുള്ളവരോട് രേണുക യഥാർത്ഥ സംഭവം പറയൂ. അഥവാ പറഞ്ഞാൽ അച്ഛന് ലാഭമാണോ അതോ നഷ്ടമാണോ സംഭവിക്കുക? ഇനി സമാധാനിക്കാം. വീണ്ടും ഒരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. എന്റെ കുട്ടി എന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാവുന്നില്ല. ഇപ്പോ എനിക്ക് എന്നെയും മനസ്സിലാവുന്നില്ല. ജീവിതം ഇങ്ങനെയൊക്കെയാ അല്ലേ അമ്മേ? കരയാൻ മാത്രം അറിയാവുന്ന എന്റെ അമ്മയ്ക്കും ഇത് തന്നെയാവും സംഭവിച്ചിട്ടുള്ളത്. പെണ്ണായി പിറന്ന എല്ലാവർക്കും ഞാൻ സഹിച്ചോളാം, ക്ഷമിച്ചോളാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. രേണുക എന്താ ഫിലോസഫി പറയുകയാണോ? എന്ത് ഫിലോസഫി? നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് ഓർത്തുപോയി. വിഴുപ്പ് ഭാണ്ഡം ചുമക്കുന്ന കഴുതകളാ നമ്മൾ. വെറും കഴുതകൾ. എന്റെ മോൾ എന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്ക് മനസ്സിലാകില്ല. മനസ്സിലാകുന്നവർ കാണും, അവർ മനസ്സിലാക്കട്ടെ. രേണു, സത്യത്തിൽ രേണുവിന് സംഭവിച്ചത് എന്താ? അത് അനിയേട്ടനോട് ചോദിച്ചില്ലേ? ചോദിച്ചു. എങ്കിലും അത് രേണുവിൽ നിന്നറിയുമ്പോ എല്ലാവർക്കും കൂടുതൽ സമാധാനമാകും. മോളെ, എന്താ നടന്നെന്ന് നീ സത്യം പറയണം, സത്യം മാത്രം. പറ മോളെ, എന്താ സംഭവിച്ചത്? എന്താ മോളെ, എന്താന്ന് പറ. പറ മോളെ, എന്താ നിനക്ക് സംഭവിച്ചത്? എന്തായാലും തുറന്നു പറഞ്ഞു. ഈ അച്ഛന്റെ ചോദ്യം കേട്ടാ ആരോ എന്നോട് കടുത്ത അപരാധം ചെയ്തു എന്ന് തോന്നുമല്ലോ. അപ്പോ ഇവർ സംശയിക്കുന്നത് പോലെ ഒന്നുമില്ലേ? ഇല്ല, ഞാൻ മുറിയിൽ കാല് തെറ്റി വീണതാ. പിന്നെ ആരും ആരെയും പഴിച്ചാരണ്ട. എനിക്ക് മുറിവുകൾ സമ്മാനിച്ചത് ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ആൾക്കാർ അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് അന്വേഷണങ്ങളൊക്കെ നിർത്തിയേക്കുക. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയാ എനിക്ക് ബന്ധങ്ങളൊക്കെ മറക്കേണ്ടതായി വരും. ഓർമ്മയിരിക്കട്ടെ. ഒന്ന് നിന്നേ. ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മകളുടെ കാര്യം ശ്രദ്ധിക്കണം. ഇനി ഒരു അപകടം കൂടി ഉണ്ടായാൽ ഞാനൊന്നും പറയുന്നില്ല. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. എന്റെ മോടെ കാലില് ഒരു മുള്ളു പോലും കൊള്ളാതെ ഇനി ഞാൻ നോക്കിക്കോളാം. മിസ്റ്റർ അനിരുദ്ധൻ, മനസ്സ് വല്ലാതെ പതറിപ്പോയല്ലേ? സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തന്നെ അത് ദൈവവിധിയെന്ന് കരുതണം. അനിരുദ്ധൻ ഇത്ര ശുദ്ധനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അഥവാ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ അനിരുദ്ധന്റെ ജീവിതം തന്നെ ഒരുപക്ഷെ തകർന്നു പോകുമായിരുന്നു. നോ, നെവർ. എല്ലാം ദൈവത്തിന് വിടുക. ദൈവത്തിന്റെ അനുഗ്രഹം അനിരുദ്ധന് ആവോളമുണ്ട്. അതുകൊണ്ട് മാത്രമാ രേണുക അബോർട്ടാകാതിരുന്നത്.
ഇനി അനിരുദ്ധനും രേണുകയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ ഒരുപക്ഷെ. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോ ഞാൻ ഇറങ്ങുന്നു. നേരെ ഒരുപാടായി. ശരി. ആ പിന്നെ സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓക്കെ, സീ യു. ആര് സൂക്ഷിച്ചാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ.